കൊറോണ വ്യാപനത്തിന് തോത് ഇന്ത്യയിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോഴും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ ഒന്നായ കൊൽക്കത്ത നഗരങ്ങളിൽ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭാംഗങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മാർച്ച് 24 മുതലാണ് നിസ്തുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തൊഴിലും വേതനവും നഷ്ടപ്പെട്ട് ദരിദ്രരായ 40,000-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷണപ്പൊതിയും ഭക്ഷ്യവസ്തുക്കളുമായി നേരിട്ടെത്തി സഹായമെത്തിക്കുന്നത്. ഹൗറ മേഖലയിൽപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾക്കായിട്ടാണ് കൂടുതൽ ഭക്ഷണപ്പൊതികൾ തയ്യാറാക്കി നൽകുന്നത്. കൊൽക്കത്തയിൽ ലോക്ക്ഡൌൺ ആരംഭിച്ചതു മുതൽ നിരവധി പേരാണ് ഭക്ഷണമില്ലാതെ ദുരന്തമനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനം കൊണ്ട് നിരവധി പേരുടെ വേദനകൾക്കാണ് ആശ്വാസം ലഭിക്കുന്നത്. ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ സേവന രംഗത്ത് സിസ്റ്റേഴ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അരിയും ഗോതമ്പും പഞ്ചസാരയും പയറുവർഗ്ഗങ്ങളുമുള്ളതാണ് കിറ്റ്. ആരോഗ്യപരമായ ഏതെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ ആംബുലൻസ് സൗകര്യം പാവങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കിയിട്ടുണ്ട്. സന്യാസിനി സഭയുടെ തലപ്പത്തുള്ള സിസ്റ്റർ മേരി പ്രേമയാണ് ഇതിനെല്ലാം നേരിട്ട് നേതൃത്വം നൽകുന്നത്. രാപ്പകലില്ലാതെ ഇവരുടെ അധ്വാനത്തിന് കൊൽക്കത്ത പോലീസിന്റെ എല്ലാവിധ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് സന്യാസിനിമാർ സന്തോഷത്തോടെ പറയുന്നു. ദരിദ്ര മേഖലയായ ഹൗറയിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നത് ദരിദ്രർക്ക് വലിയ അനുഗ്രഹമാണെന്ന് സന്യാസിനികളെ പ്രശംസിച്ചുകൊണ്ട് അതിരൂപത ആർച്ച് ബിഷപ്പായ തോമസ് ഡിസൂസ പറയുന്നു. പാവപ്പെട്ടവരെയും അഭയാർത്ഥികളെയും തൊഴിൽ നഷ്ടപ്പെട്ടവരെയും സഹായിക്കുന്നതിനാണ് ഈ ദിവസങ്ങളിൽ പ്രഥമ പരിഗണന നൽകുകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്ക്ഡൌൺ മൂലം ബുദ്ധിമുട്ടുന്ന ദരിദ്രരായ ആളുകൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികൾ നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്യുന്നതെന്ന് അതിരൂപതയുടെ വികാരി ജനറലായ ഫാദർ ഡൊമിനിക് ഗോമസ് സ്മരിച്ചു. സമൂഹത്തിൽ വിസ്മരിക്കപ്പെട്ടവർക്ക് വേണ്ടി മനുഷ്യത്വപരമായ വലിയ സേവനമാണ് അവർ ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1950-ലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിന് മദർ തെരേസ തുടക്കമിടുന്നത്. ഇന്ന് ലോകമെമ്പാടും 5000-ലധികം സന്യസ്തരാണ് കോൺഗ്രിഗേഷന് കീഴിൽ ശുശ്രൂഷ ചെയ്യുന്നത്.